ഇന്ന് ലൂസേഴ്സ് ഫൈനലാണ് വേൾഡ് കപ്പിൽ. ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഫൈനൽ. നന്നായിട്ട് കളിച്ച് സെമി വരെയൊക്കെ എത്തി പൊട്ടിപ്പോയി. എനിക്ക് ഈ ലൂസേഴ്സ് ഫൈനൽ എന്ന് കേൾക്കുമ്പോഴേ മൂന്നാം സ്ഥാനമൊന്നും തോന്നാറില്ല. എനിക്ക് ഓർമ്മ വരുന്ന ചില സെക്കൻഡ് മാരേജുകളാണ്, ഈ ഡൈവോഴ്സികളുടെ കല്യാണം. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ രണ്ടാം കെട്ട് നടത്തി ഹൈദരാബാദിൽ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കല്യാണത്തിന് ഞങ്ങൾ വളരെ അടുപ്പമുള്ള ഒരു ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, റിസപ്ഷൻ ഹോട്ടലിലുണ്ട്, അവിടെ വരണമെന്ന്. അപ്പോൾ നമ്മളെ വിളിക്കുന്ന എന്തിനാണ്? ഭക്ഷണം തരാൻ വേണ്ടി മാത്രമാണോ? അല്ലാതെ നമ്മുടെ ബ്ലെസ്സിങ്സ് ഒന്നും വേണ്ടേ? വേണ്ടായിരിക്കുമല്ലേ? കാരണം ഈ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒന്ന് ചീറ്റിപ്പോയി, ഇനി ഇതെങ്ങനെയാവുമോ എന്നുള്ള പ്രശ്നത്തിലാണ്, എന്ന ചിന്തയിലാണ് ഇവർ രണ്ടുപേരും, ഈ കല്യാണം കഴിക്കുന്ന രണ്ടുപേരുമേ. ഈ ഫുട്ബോൾ കളിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ലൂസേഴ്സ് ഫൈനലിൽ മൂന്നാം സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞ്. സ്വന്തം രാജ്യത്തോട്ട് തിരിച്ചു ചെല്ലുമ്പോഴേ പ്രത്യേകിച്ച് വലിയ സ്വീകരണം ഒന്നും കിട്ടത്തില്ല. തോറ്റിട്ട് വന്നിരിക്കുക അല്ലേ എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഒന്ന് ചിരിക്കും. അല്ലാതെ അവിടെ കൂടുതലൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ആരെങ്കിലും മന്ത്രിമാരെ MLA-മാരെയൊക്കെ വല്ല ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ എയർപോർട്ടിലേക്ക് ഒന്ന് സ്വീകരിച്ചും തിരിക്കും. അതല്ലാതെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നോട് ചോദിച്ചാൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനും ഈ പറഞ്ഞ പോലെ രാത്രി എന്തിനാ ഉറക്കളച്ചിരുന്ന ഈ ലൂസേഴ്സ് ഫൈനൽ കാണുന്നത്, ഡൈവോഴ്സികളുടെ ഫൈനൽ കാണുന്നത്? നമുക്ക് നാളെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും റീപ്ലേ ഒക്കെ വരുമ്പോൾ കാണാം.